എന്റെ കുഞ്ഞുവാവ ഉറങ്ങി നീറ്റിരിക്കുകയാണ്. ഹലോ, ഇതാരാ? ഷെയ്ക്കല്ലേ നിങ്ങള്? ദുബായ് ഷെയ്ക്കാണോ? ഷെയ്ക്കാണോ? ഇഷ്ടമല്ലോ. എന്ത് ചിരിക്കാം. ഇനി നമുക്ക് കാണാൻ റൂമല്ലേ ബാക്കിയുള്ളൂ. അമ്താൻ വരെ വീട് കാണിച്ചുകൊണ്ടാ. അമ്താനെ നോക്കുന്നത് ഉമ്മ തന്നെ ആയിരിക്കും അല്ലേ? എന്റെ മമ്മിയാണ് കൂടുതലും, പിന്നെ സിസ്റ്റേഴ്സ്. ഇതെന്റെ ഡാഡിയുടെയും മമ്മിയുടെയും ബെഡ്റൂമാണ്. ഈ ഒരു എന്താ പറയാ, ഇതും നല്ല മാച്ച്. അതങ്ങനെ കോ ഇൻസിഡന്റ് ആയിട്ട് വന്ന കാര്യമാണ്. അതെ, വിരിച്ചിട്ടൊന്നുമല്ല. പിന്നെ അവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ. ഇത് മമ്മിക്ക് മാറ്റാനാ? മമ്മി ഡാഡി, മമ്മിക്ക് ഡാഡിക്കും കൂടി മാറ്റാൻ വേണ്ടി ഒരു ഏരിയ അല്ലേ? ഇത്രയില്ല എന്റെ വിശേഷം. എത്ര പോരെ അല്ലേ? എന്തോരു നല്ല വീട്, സൂപ്പർ വീട്, ഒന്നും പറയാനില്ല. എല്ലാത്തിനും യോജിച്ച്, എവിടെയാണോ എല്ലാം ആപ്റ്റായിട്ടുള്ള സാധനങ്ങളെല്ലാം. അറബിക് വീട് തന്നെ. അറബിക് വീടൊന്നും അല്ല, ഒരു എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ പറയാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം എന്റെ ചെറിയ വീട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി. ഇതെന്താ? ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടാവും. ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് ഒക്കെ കാണിക്കും. ചോക്ലേറ്റ് മാത്രമാണോ ഉള്ളത്? അല്ല, ചോക്ലേറ്റ് മാത്രമൊന്നുമല്ല, കൊറേ കോസ്മെറ്റിക്സ് ഉണ്ടാവും. പഠിച്ചോനെ, ഇതിന്റെ ഉള്ളിൽ എന്താണിത്? അതെ, ഇതിന്റെ ഉള്ളിൽ സൂപ്പർ മാർക്കറ്റാ? ഇതെന്റെ മാത്രം കോസ്മെറ്റിക്സ്. പെർഫ്യൂം ഒക്കെ തണുപ്പിച്ചാണോ അടിക്കുന്നത്? ഇതേത് പെർഫ്യൂം? ഇത് പെർഫ്യൂം അല്ലേ? അത് പെർഫ്യൂം അല്ല, സൺസ്ക്രീനാ. നിങ്ങൾ സൺസ്ക്രീൻ ഇങ്ങനെ ഇങ്ങനെയല്ല. രാത്രി ആവുമ്പോ ഇങ്ങനെ മോനെ കിടത്തി കഴിയുമ്പോ വെറുതെ ഫോൺ ഇടുമ്പോ എന്തെങ്കിലും തിന്നാൻ തോന്നും. അപ്പൊ താഴത്തേക്ക് പോകണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നൈസ്. ഇങ്ങനെ ഒരു ഇത് വേണം എനിക്ക്. ഇതാരാ? വീണ്ടും ഷംന. ഇത് ഷംനയാണോ? പിന്നെ ആണോ? എന്തൊരു ചേഞ്ച്. അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞില്ലേ 14 years. അതെ, ഇത് 14 years ബാക്ക്. ഇത് ഇവിടെ നോക്കിയ ഭാവന. അയ്യോ, അവിടെ നോക്കിയ ഭവീനെ പോലെ ഉണ്ടെന്ന്. ഭാവന പോലെ ഉണ്ട്. നിങ്ങൾ നോക്കണോ ശരിക്കും? ഇതിനൊരു ഭാവന കണ്ടില്ലേ? അതെ, അതിനൊരു ശരിക്കും ഭാവന അസിൻ തമ്മിലൊരു ചായ ഉണ്ട്. ഉണ്ട്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തോന്നി. ഭാവനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷമായി, കാരണം ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പം പിന്നെ ഭവീനെ പോലെ ഉണ്ടെന്ന് ഹാപ്പി. അല്ലേ? നമ്മൾ എവിടെ തപ്പിയിട്ടും കാണാത്തൊരു സംഭവം കിട്ടി. ഇക്കാന്ന് പറഞ്ഞ നെഞ്ഞത്തൊക്കെ ഇട്ട് നടന്നിട്ട് ഒരു ഫോട്ടോ പോലും ഇല്ല. ഫോട്ടോ കിട്ടിയേ. നൈസ്. ഇത് നിങ്ങളുടെ ഗോൾഡൻ വിസ ആണോ? അതെ, എന്റെ ഗോൾഡൻ വിസ കിട്ടിയ സമയത്ത് ഉള്ള ഫോട്ടോ ആണിത്. ഗോൾഡൻ വിസയ്ക്ക് വേണ്ടിട്ടല്ലേ പോയിരുന്നത്? എന്നിട്ടല്ലേ കണ്ടത്? പക്ഷെ ആ സമയത്ത് ഒരു അറബി മരിച്ചതുകൊണ്ട് എനിക്ക് ഗോൾഡൻ വിസ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് എനിക്ക് ഗോൾഡൻ വിസ വാങ്ങാൻ പോയ ആള് ഗോൾഡൻ വിസ കിട്ടുമ്പോഴേക്കും ഇങ്ങനെ വിസ അടിച്ച് കൈ കൊടുത്തു. എന്റെ ഭയങ്കര മൊഞ്ചനാണ്. അല്ലെങ്കിൽ മൊഞ്ചനല്ലേ? ഭയങ്കര മൊഞ്ചൻ തന്നെയാ. നല്ല